നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സൂപ്പർ ബാലൻഡിയോർ ആർക്കായിരിക്കും? ഫുട്ബോൾ ലോകം ചർച്ച ചെയ്തൊരു കാര്യമാണത്. ഇതുവരെ സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച്, രണ്ടാമത്തൊരു സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച് ഫുട്ബോൾ ലോകം ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നല്ലാതെ അതിനെക്കുറിച്ചൊരു ഹിൻഡ് തീർച്ചയായിട്ടും നമുക്ക് ബാലൻഡിയോറിൻ്റെ അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സമീപകാലത്ത് അവരൊരു പോസ്റ്റ് ഇട്ടു. അതിൽ അവർ കൃത്യമായിട്ട് ചോദിക്കുന്നു, എ ബാലൻഡിയോർ അൺലൈക്ക് എനി അതർ. In 1989, one player received a trophy no one else ever has, the Super Ballon d'Or. But who was it? And if it were awarded again today, who would deserve it? എന്നാണ് ചോദ്യം. 1989 അതിനു മുമ്പ് മറ്റാരും നേടിയിട്ടില്ലാത്ത ഒരു പുരസ്കാരം സൂപ്പർ ബാലൻഡിയോർ എന്ന പേരിൽ സമ്മാനിച്ചത് ആർക്കായിരുന്നു എന്ന ചോദ്യത്തോടൊപ്പം അവർ വീണ്ടും ചോദിക്കുന്നു, ആൻഡ് ഇഫ് ഇറ്റ് വെയർ അവാർഡഡ് അഗെയിൻ ടുഡേ, ഹു വുഡ് ഡിസേർവ് ഇറ്റ്? ഇപ്പോൾ അത് വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും അതിന് അർഹത എന്നാണ് ചോദ്യം. 1989 ഒറ്റ തവണ മാത്രമേ സൂപ്പർ ബാലൻഡിയോർ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ അത് സമ്മാനിച്ചിട്ടുള്ളൂ. അത് മൾട്ടിപ്പിൾ ബാലൻഡിയോർ വിന്നേഴ്സിനെയാണ് അതിനുള്ള എലിജിബിലിറ്റി കൊടുത്തിരുന്നത്. മൾട്ടിപ്പിൾ ടൈമിൽ ബാലൻഡിയോർ നേടിയിട്ടുള്ളവർക്കായിരുന്നു. 1989 അത് അവാർഡ് ചെയ്തത്. തൊട്ട് മുമ്പത്തെ 3 ഡെക്കേഡിലെ പ്രകടനം പരിഗണിച്ചുകൊണ്ട് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോക്കാണ് അത് കൊടുത്തത്. അന്ന് അതിൻ്റെ റാങ്കിങ് വന്നത് ഒന്നാമത് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ, രണ്ടാമത് യോഹാൻ ക്രൈഫ്, മൂന്നാമത് മിഷേൽ പ്ലാറ്റീനി. അങ്ങനെയായിരുന്നു അതിൻ്റെ റാങ്കിങ് വന്നത്. ഇത്തവണ ഇനി 30 വർഷം, അത് 89 ശേഷം ഒരു 30 വർഷം എന്ന് പറയുമ്പോൾ 2029 ഇനി ഒരു സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുമെന്നിപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. പക്ഷേ അതിലേക്കുള്ള സൂചന, ആദ്യമായിട്ട് അവരെടുത്ത സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ചൊരു ചോദ്യം ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുകയാണ്. അടുത്ത തവണ അത് ആര് നേടും? അടുത്ത തവണ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇന്നത് കൊടുക്കുകയാണെങ്കിൽ അത് ആർക്ക് കിട്ടും? ഇപ്പോൾ നമുക്ക് നോക്കിയാണ് ഒരു പ്രമുഖ ഫുട്ബോൾ മാധ്യമം നടത്തിയ സർവേയിൽ അവർ കണക്കാക്കുന്നത്, ഏറ്റവും അധികം അടുത്ത സൂപ്പർ ബാലൻഡിയോറിന് ഫേവറേറ്റായിട്ട് കണക്കാക്കുന്നത് ലിയോ മെസ്സിയെയാണ്. ഏറ്റവും അധികം തവണ ബാലൻഡിയോർ നേടിയ കളിക്കാരനും അദ്ദേഹമാണല്ലോ. അദ്ദേഹത്തിന് 80% പ്രോബിലിറ്റിയാണ് കാണുന്നത് അടുത്ത സൂപ്പർ ബാലൻഡിയോർ ലഭിക്കാൻ. രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ 16% പ്രോബിലിറ്റി കാണുമ്പോൾ, മൂന്നാമത് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ 2%, അതിന് താഴെ സിനദിൻ സിദാനെയും കാണുന്നു. പക്ഷേ കാര്യം വളരെ വ്യക്തമാണ്, അടുത്തൊരു സൂപ്പർ ബാലൻഡിയോർ സമ്മാനിക്കുകയാണെങ്കിൽ അത് മെസ്സിക്കായിരിക്കും എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.